സിനിമയുടെ അഭിമാന താരമാണ് പൃഥ്വിരാജ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ മറികടന്ന് മലയാള സിനിമ വളരുന്ന കാലമാണിത്. രാജ്യം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ മലയാള സിനിമയിലെ മാറ്റങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ നേടിയെടുത്ത ഈ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് പൃഥ്വിരാജ്. നടനായി മാത്രമല്ല, നിർമ്മാതാവായും സംവിധായകനുമായുമെല്ലാം മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുന്നതിൽ മുന്നിൽ തന്നെയുണ്ടായിരുന്നു പൃഥ്വി. നടൻ എന്ന നിലയിൽ നേടാനുള്ളതെല്ലാം നേടിയതിനു ശേഷമാണ് പൃഥ്വിരാജ് സംവിധാനത്തിലേക്ക് കടക്കുന്നത്. ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ സിനിമയൊരുക്കി കൊണ്ട് വരവറിയിച്ച പൃഥ്വി ഇപ്പോഴിതാ മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും വലിയ സിനിമയുമായി എത്തുകയാണ്. അതേസമയം തന്റെ കരിയറിൽ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് മുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുവരെ പൃഥ്വിരാജിനെതിരെ വെറുപ്പ് വളരാൻ കാരണമായി മാറി. കാലം മാറിയപ്പോൾ അന്ന് കളിയാക്കിയവരെല്ലാം രാജുവേട്ടൻ ഫാൻസായി മാറിയെന്നതാണ് വസ്തുത. ഇപ്പോഴിതാ ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരായ വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ്. ആന്റി പൃഥ്വിരാജ് വേവ് ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത് എന്ന അവതാരകൻ ഭരദ്വാജ് രംഗന്റെ ചോദ്യത്തിനാണ് പൃഥ്വിരാജ് മറുപടി നൽകുന്നത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നായിരുന്നു പൃഥ്വിയുടെ പ്രതികരണം. പിന്നാലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ ട്രോൾ ചെയ്തതിനെ കുറിച്ച് അവതാരകൻ പരാമർശിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വലിയ തമാശയാണ്. എൻ്റെ തലമുറയിൽ നിന്നുള്ള ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന എത്ര പേർക്ക് നടന്മാരെ മറന്നേക്കും. എന്നെപ്പോലെ നന്നായി മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും സാധിക്കാം. അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നായിരുന്നു അതിനുള്ള മറുപടിയായി പൃഥ്വി പറഞ്ഞത്. എങ്ങനെയാണ് താൻ ആ വെറുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. നേരത്തെ ഇക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ വന്ന സമയത്തും ആളുകൾ തന്നെ വെറുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. അതെല്ലാം പുറമേയുള്ള കാര്യങ്ങളാണ്. ചെറുപ്പത്തിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ വ്യക്തിപരമായി അവരെ വേദനിപ്പിച്ചുവോ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്തതിനാലാണോ അവർ എന്നെ ഇത്ര വെറുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായ വെറുപ്പല്ല അത്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു. ദീർഘകാലമായി ഇതിലൂടെ കടന്നു പോകുന്നതിനാൽ സബ് കോൺഷ്യൻസിൽ ഒരു ബോധം വളർത്തിയെടുത്തിട്ടുണ്ട്. നിനക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് സ്വയം പറയും. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ ആദ്യം സോറി പറയുന്നത് ഞാൻ തന്നെയാകും. സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ ആളുകളോട് ദേഷ്യപ്പെട്ടെന്ന് വരാം. പക്ഷെ ആ ദിവസം പാക്കപ്പിന് മുമ്പ് ആ വ്യക്തിയെ വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കും. അതിലെനിക്ക് ബുദ്ധിമുട്ടില്ലെന്നും താരം പറയുന്നുണ്ട്. തൻ്റെ 18ാം വയസ്സിലാണ് പൃഥ്വിരാജ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. സുകുമാരൻ്റെയും മല്ലികയുടെയും മകനായ പൃഥ്വിരാജിന് സിനിമയോട് ഇഷ്ടം തോന്നുന്നത് തീർത്തും സ്വാഭാവികമാണ്. വിദേശത്ത് പഠിക്കുകയായിരുന്ന പൃഥ്വി വെക്കേഷന് നാട്ടിലെത്തും